ഇതിനുശേഷം നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി ഞങ്ങള് നിന്നെ ഷേർഖാന്റെ അടുത്ത് വിളിച്ചോണ്ട് പോകും. അവര് നിനക്ക് ശരിയായ ശിക്ഷ തരും. ഒരു കാട്ടില് ടീനു അതിന്റെ 2 കുട്ടികൾക്കൊപ്പം ജീവിക്കുകയായിരുന്നു. ആ കാട്ടിൽ ഒരു കറുത്ത ഗുഹ ഉണ്ടായിരുന്നു. ആ കാട്ടില് ചുമന്ന പക്ഷികൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. ആ മുഴുവൻ കാട്ടില് ടീനു മാത്രമായിരുന്നു ചുമന്ന നിറത്തിൽ. കുട്ടികളെ, നിങ്ങൾക്ക് നാളെ രാവിലെ കഴിക്കാനായി ബ്ലൂ ആപ്പിൾ കൊണ്ടുവരും. 3 പേരും കൂടെ ചേർന്ന് സന്തോഷമായി കഴിക്കാം. ആ കൊള്ളാലോ, ബ്ലൂ ആപ്പിൾ. അമ്മ, ആ കറുത്ത ഗുഹയ്ക്കുള്ളിൽ മാത്രമല്ല ഇത് കിട്ടൂ. നല്ല രുചിയായിരിക്കും. 2 പേരും വളരെ സന്തോഷിക്കുകയായിരിക്കും. അപ്പൊ അവിടെ കാലുകഴുകൻ വരും. ആഹാ, കാലുകഴുകൻ, നിങ്ങൾ വന്നോ? പറയൂ ടീനു, ഞാനിതുവഴി പോവുകയായിരുന്നു. നീ ബ്ലൂ ആപ്പിളിനോട് സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് വന്നത്. കുറച്ച് ആപ്പിള് എനിക്കും കഴിക്കാൻ തരുമോ? ആഹാ, തീർച്ചയായും തരാം. നീ സ്നേഹമുള്ളവനാ. കറുപ്പ് ഗുഹയിലേക്ക് എപ്പോഴാ പോകുന്നേ? ഞാനിപ്പോ പോകാൻ പോവാ. ഒരു ബ്ലൂ ആപ്പിൾ കൊണ്ടുവന്ന് ഒരു രാത്രി മുഴുവൻ നിലാവെളിച്ചത്ത് വെക്കണം. അത് നാളെ രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം കഴിക്കാം. ശരി, ഞാൻ രാവിലെ കഴിക്കാനായി വരാം. അങ്ങനെ പറഞ്ഞിട്ട് കാലുകഴുകൻ അവിടുന്ന് പോകും. അമ്മ, ഒരു സമയത്ത് ഒരു ആപ്പിളെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ നമ്മള് കാലുവിനെ എങ്ങനെ കൊടുക്കും? കുട്ടികളെ, അങ്ങനെ പറഞ്ഞൂടാ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ കാലു വരാറുണ്ട്. നമ്മൾ അവർക്ക് കൊടുത്താ ഒന്നും ആവത്തില്ല. അവരുടെ വയറും നിറയും. ഗോൾഡി ഇതൊക്കെ കേട്ടു. ഉടനെ അവനും താഴെ വരും. കറുപ്പ് കഴുകന് നീ ആപ്പിൾ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അതെ, കൊടുക്കാൻ പോവാ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. അതിലെനിക്കെന്താ പ്രശ്നമുള്ളത്? അവന് കൊടുക്കുന്ന ആപ്പിളിൽ പകുതി എനിക്ക് തന്നേക്ക്. ആപ്പിൾ 4 കഷ്ണമായി മുറിച്ച് ഞങ്ങൾ 3 പേരും കാലുവണ്ണനും കഴിക്കാൻ പോവാ. നിങ്ങൾ നെക്സ്റ്റ് ടൈം കഴിച്ചോളൂ. നിന്നെ ഞാൻ കണ്ടോളാം. ആ ആപ്പിള് മോഷ്ടിക്കപ്പെടും. അങ്ങനെ പറഞ്ഞിട്ട് ഗോൾഡി അവിടുന്ന് പറന്നു പോകും. അത് ഇഗ്നോർ ചെയ്തിട്ട് ടീനു കുട്ടികളോട് പറഞ്ഞു, ശരി കുട്ടികളെ, ഞാൻ കറുത്ത ഗുഹയിൽ പോയിട്ട് വരാം. നിങ്ങൾ സൂക്ഷിച്ചിരുന്നു കേട്ടോ. പെട്ടെന്ന് വരണേ അമ്മ. ടീനു അവിടുന്ന് പറന്നു പോയി. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതും ബ്ലൂ ആപ്പിള് വായിലെടുത്തോണ്ട് അത് വന്നു. ബ്ലൂ ആപ്പിൾ സൂപ്പർ ആയിട്ടുണ്ട്. ടീനു ആപ്പിളെ നീല വെളിച്ചത്തിൽ താഴെ വെച്ചു. 3 പേരും സന്തോഷമായി അവരുടെ കൂട്ടിച്ചെന്ന് ഉറങ്ങി. രാവിലെ കോഴി കൂകിയതോടനെ അവര് 3 പേരും എണീച്ചു. അമ്മ, രാവിലെയായി. വാ, ബ്ലൂ ആപ്പിൾ പഴുത്തു കാണും. ശരി കുട്ടികളെ. 3 പേരും കൂട്ടിന്ന് ഇറങ്ങി താഴെ വരുന്നു. അവര് വന്ന് നോക്കുമ്പോ ആ ബ്ലൂ ആപ്പിൾ കാണാനില്ല. ഷെടാ, ഇതെന്താണെന്ന്? ബ്ലൂ ആപ്പിൾ ഇവിടെ തന്നെ കാണണ്ടേ? അതേ നേരത്ത് കാലുകഴുകൻ അവിടെ എത്തുന്നു. ഏയ് ടീനു, വാ വാ, ആ ബ്ലൂ ആപ്പിൾ എടുത്തുകൊണ്ട് വാ. കുറച്ച് കഴിക്കാൻ തരൂ. ടീനു വളരെ വിഷമത്തില് നടന്നതെല്ലാം പറയുന്നു. ഇത് തീർച്ചയായും ഗോൾഡിയാ ചെയ്തത്. ഞാൻ ഇപ്പൊ തന്നെ അവനെ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞിട്ട് കാലു അവിടുന്ന് പറന്നു പോകുന്നു. കുറച്ചു നേരത്തില് ഗോൾഡിയും അവന്റെ ഭാര്യയും അവിടെ വരുന്നു. ടീനു പക്ഷി, ഞാൻ നിന്നോട് നേരത്തെ ആപ്പിൾ ചോദിച്ചു. നീ തരാതിരുന്നത് കൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ എന്നാലും ഞാൻ ആ ആപ്പിൾ മോഷ്ടിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇവര് മോഷ്ടിച്ചത് കൊണ്ടുവന്നാ തീർച്ചയായും ഞാൻ വീട്ടിനുള്ളിൽ അത് കേറ്റത്തേയില്ല. പക്ഷെ ഞങ്ങൾ ഇന്നലെ രാത്രി ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണമാ കഴിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ആപ്പിൾ ആരാ മോഷ്ടിച്ചത്? കേക്കൂ, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ടീനുവിനെ ഹെൽപ്പ് ചെയ്യാം. കറുത്ത ഗുഹയ്ക്കുള്ളിൽ ടീനു പറവയ്ക്ക് മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഗുഹ വരെ നമുക്കും ചെല്ലാം. ടീനു വെളി വരെ ബ്ലൂ ആപ്പിൾ കൊണ്ടുവരട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവിടുന്ന് കൊണ്ടുവരാം. ഇതുപോലെ 4 ആപ്പിൾ കൊണ്ടുവരാൻ പറ്റും. ഇത് ശരിയായ ഐഡിയ. ശരി, നമുക്ക് എല്ലാവർക്കും പോവാം. ടീനും പിന്നെ എല്ലാ കഴുകന്മാരും കൂടെ ചേർന്ന് ഗുഹയ്ക്ക് അടുത്ത് പോകുന്നു. ടീനു ഉള്ളിപ്പോയി ഓരോന്നായി ആപ്പിൾ എടുത്ത് വെളിവെക്കുന്നു. 4 പേരും ടീനുരെ വീട്ടിലേക്ക് വന്നു. രാവിലെ വരെ നില വെളിച്ചത്തിൽ ഇത് വെച്ചേക്കാം. രാവിലെ എടുത്താലേ ഇത് കഴിക്കാൻ പറ്റൂ. ടീനു, ഞങ്ങൾ എല്ലാരും ഇപ്പൊ പോകാം. രാവിലെ വരാം. അതിനുശേഷം എല്ലാരും ചേർന്ന് കഴിക്കാം. അങ്ങനെ എല്ലാരും ബൈ പറഞ്ഞു പോവുകയാണ്. രാത്രി ആയതും ഒരു കിളി ആ ആപ്പിളിന്റെ അടുത്ത് നടന്നു വരുന്നു. ആ ബ്ലൂ ആപ്പിളിനെ കഴിക്കാൻ പോകുന്നു. അപ്പോ അവിടെ ഒളിച്ചിരുന്ന എല്ലാ കഴുകന്മാരും അവിടെ വരുന്നു.
ഇതിനുശേഷം നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി ഞങ്ങള് നിന്നെ ഷേർഖാന്റെ അടുത്ത് വിളിച്ചോണ്ട് പോകും. അവര് നിനക്ക് ശരിയായ ശിക്ഷ തരും. അപ്പൊ ഉടനെ ടീനു പറവയും എണീക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ഇത് പറ, എന്തിനാ നീ ഇത് മോഷ്ടിക്കാൻ നോക്കിയേ? നീ ചോദിച്ചാൽ ഞാൻ തരത്തില്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണോ ഞാൻ എന്തിനാ മോഷ്ടിച്ചെന്ന്? ശരി വാ, എന്റെ കൂടെ വന്നാൽ ഞാൻ എന്തിനാ മോഷ്ടിച്ചെന്ന് നിങ്ങൾക്കറിയാം. അതങ്ങനെ പറഞ്ഞ ഉടനെ അത് പറഞ്ഞ സ്ഥലത്തേക്ക് എല്ലാരും ചെല്ലുന്നു. അതൊരു ഗുഹയ്ക്കുള്ളിൽ പോകുന്നു. അവിടെ 2 ചെറിയ ചെറിയ കിളികളുണ്ടായിരുന്നു. അത് പാവം മുറിവ് പറ്റിയിരിക്കുകയായിരുന്നു. അയ്യോ പാവം, ഈ കുട്ടികൾ വളരെ കഷ്ടപ്പെടുന്നു. ഒരു വൈറസ് കാരണമാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പൊ കുരങ്ങൻ ഡോക്ടർ പറഞ്ഞു, കറുത്ത ഗുഹയ്ക്കുള്ള ആ ബ്ലൂ ആപ്പിൾ ഇവര് 7 ദിവസം മുടങ്ങാതെ കഴിച്ചാ ഇവര് ആരോഗ്യമായി ഇരിക്കുമെന്ന്. അതുകൊണ്ടോ? പക്ഷെ ആ ഗുഹയ്ക്കുള്ളിൽ നിനക്ക് മാത്രമേ പോകാൻ പറ്റൂ. പക്ഷെ കറുത്ത ഗുഹയ്ക്കുള്ളിൽ 7 ദിവസം എന്റെ കുട്ടികൾക്ക് വേണ്ടി നീ എന്തിനു പോകും? അതുകൊണ്ടാ ഞാൻ മോഷ്ടിക്കാൻ നോക്കിയേ. അത് കേട്ട് ടീനുവിന് വളരെ വിഷമമാകുന്നു. അപ്പൊ ടീനു പറയുന്നു, നീ ഒരു പ്രാവശ്യം എന്നോട് ചോദിക്കണമായിരുന്നു. പാവം ഈ കുട്ടികൾ എത്ര കഷ്ടപ്പെടുന്നു. 7 ദിവസം പോയിട്ട് വരുന്നത് അത്ര വലിയ കാര്യമല്ല. ഇപ്പൊ ടീനു ഒന്നും ഒറ്റയ്ക്കല്ല, ഞങ്ങളും കൂടെ ഉണ്ട്. നീ വിഷമിക്കേണ്ട, തീർച്ചയായിട്ടും കുട്ടികൾ ശരിയാകും. അന്നു മുതൽ ടീനുക്കൊപ്പം കഴുകന്മാരും കിളികളും ആ കറുത്ത ഗുഹയ്ക്ക് പോകും. അപ്പോ ടീനു അവർക്ക് ബ്ലൂ ആപ്പിൾ വെളി വന്ന് കൊടുക്കും. ദിവസവും 5 ബ്ലൂ ആപ്പിൾ കിളിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ കുട്ടികൾക്കൊപ്പം എല്ലാരും ബ്ലൂ ആപ്പിൾ കഴിക്കും. 7 ദിവസത്തിൽ ആ കുട്ടികൾ വളരെയധികം ആരോഗ്യവാനാകും. ഇതുപോലെ പരസ്പരം സഹായിച്ച് അവര് വളരെയധികം നന്നായി ഫീൽ ചെയ്യും. അവര് എല്ലാരും തന്നെ വളരെ സന്തോഷമായി ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. ആഹാ, ഞാൻ ഗ്രാമത്തിലേക്ക് പോയി ഒരു കോഴിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. എന്നാൽ അതിന് ഇവിടെ തന്നെ കിട്ടിയല്ലോ. അത് വേനൽക്കാലം. ഒരാൽമരത്തിന്റെ ചുവട്ടിൽ ഒരുപാട് മൃഗങ്ങളിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയം ഒരു ചെറിയ കോഴിക്കുഞ്ഞ് അതുവഴി വന്നു. അല്ല, ഈ കാട്ടിൽ നീ എന്താ ചെയ്യുന്നേ? എന്റെ പേര് മുന്നു. നിനക്ക് നല്ല ഭംഗിയുണ്ട് മുന്നു. എന്നാൽ നിനക്കിവിടെ ആപത്തുണ്ട്. നീ കാട്ടിലേക്ക് എന്തിനാ വന്നത്? നീ ഗ്രാമത്തിലല്ലേ ഉണ്ടായിരിക്കുക? ഞാനും അമ്മയും ഒരു കർഷകന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം വയലിലേക്ക് പോയി. ഞാൻ കൂട്ടിലായിരുന്നു. എന്റെ അമ്മ പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എവിടെ നിന്നോ ഒരു നായ വന്നു. എന്നെ ആക്രമിക്കാൻ വേണ്ടി ആ നായ അടുത്തേക്ക് വന്നു. അപ്പൊ എന്റെ അമ്മ കണ്ടു ആ നായ എന്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നായയുടെ ശ്രദ്ധ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു. അങ്ങനെ അമ്മ ഈ കാട്ടിലേക്ക് ഓടി വന്നു. ആ നായയും അമ്മയുടെ പിന്നാലെ വന്നു. അമ്മയെ തേടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കേട്ട ഉടനെ എല്ലാ മൃഗങ്ങളും ഒരുപാട് വിഷമിച്ചു. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മുന്നു. നിന്റെ അമ്മയെ തേടാൻ ഞങ്ങൾ നിന്നെ സഹായിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാൻ മറ്റു മൃഗങ്ങളോടായി പറഞ്ഞു, നമ്മളെല്ലാവരും ഓരോ ദിശയിലേക്ക് പോയി മുന്നുവിന്റെ അമ്മയെ അന്വേഷിക്കണം. മോട്ടുകുരങ്ങ, നീ എപ്പോഴും മുന്നുവിന്റെ കൂടെ ഇരിക്കണം. അവരെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും സന്ധ്യ ആവുമ്പോൾ എല്ലാവരും ആൽമരത്തിന്റെ ചുവട്ടിൽ വരണം. ഇങ്ങനെ പറഞ്ഞ എല്ലാവരും അമ്മക്കോഴിയെ അന്വേഷിക്കാൻ ആരംഭിച്ചു. ഒരു വശത്ത് സിംഹം കഴുതപ്പുലിയോട് ഇങ്ങനെ പറഞ്ഞു, കഴുതപ്പുലിയെ, ഇത് കേൾക്ക്. ഞാൻ എന്റെ സഹോദരനെ കാണാൻ അവന്റെ കാട്ടിലേക്ക് പോകുന്നു. എപ്പോൾ വരെ ഞാൻ തിരിച്ചു വരുന്നില്ലയോ അതുവരെ നീ ഈ കാട് നോക്കണം. എന്നാൽ ഓർമ്മയിരിക്കട്ടെ, ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നിനക്കത് ആപത്തായി മാറും. അയ്യോ, താങ്കൾ വിഷമിക്കണ്ട. അങ്ങനെ ഒന്നും തന്നെ ഇവിടെ നടക്കുകയേയില്ല. അങ്ങനെ പറഞ്ഞതും സിംഹം അവിടെ നിന്ന് പോയി. ഇങ്ങേ വശത്ത് എല്ലാ മൃഗങ്ങളും അമ്മക്കോഴിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറുവശത്ത് കഴുതപ്പുലി രാജാവായതിനു ശേഷം അവിടെയുള്ള മൃഗങ്ങളെല്ലാം വേട്ടയാടി കൊന്നുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഇതുതന്നെ തുടർന്നു. മൃഗങ്ങളെല്ലാവരും കോഴിയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. സന്ധ്യയായതിനു ശേഷമേ എല്ലാവരും ആൽമരത്തിന് ചുവട്ടിൽ വരികയുള്ളൂ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞുപോയി. ഇപ്പോൾ കഴുതപ്പുലി ചിന്തിക്കാൻ ആരംഭിച്ചു. സിംഹം തിരിച്ചു വരുമ്പോൾ
എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന്. അയ്യോ, എനിക്ക് പണി കിട്ടി. സിംഹം തിരിച്ചു വരുമ്പോൾ എന്നെക്കുറിച്ച് മൃഗങ്ങളൊക്കെ നന്നായി പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്യും? സിംഹം വന്ന് പ്രശ്നമുണ്ടാക്കുമല്ലോ. അദ്ദേഹം പറയുന്നത് വിശ്വസിക്കരുതല്ലോ. അങ്ങനെ കുറച്ചു നേരം കഴുതപ്പുലി ചിന്തിച്ചതിനു ശേഷം അവനൊരു ഐഡിയ തോന്നി. കുറച്ചു ദൂരത്ത് അത് ആ കോഴിയെ കാണാൻ ഇടയായി. ആ സമയത്ത് മോട്ടു എന്ന കുരങ്ങും ആ അമ്മക്കോഴിയെ തേടി അവിടെ എത്തി. ആ കോഴിയമ്മേ, നിങ്ങൾ ഇവിടെയുണ്ടോ? ആഹാ, ഞാൻ ഗ്രാമത്തിലേക്ക് പോയി ഒരു കോഴിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. എന്നാൽ അതിന് ഇവിടെ തന്നെ കിട്ടിയല്ലോ. അങ്ങനെ പറഞ്ഞ് അതാ കോഴിയുടെ മേൽ ചാടി വീണു. എന്നാൽ കോഴി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്നോടി. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വിട്ടേക്ക്. നിന്നെ വിട്ടാൽ സിംഹം എന്നെ തിന്നും. കോഴി ഓടിക്കൊണ്ടേയിരുന്നു. അതിന്റെ പിന്നാലെ കഴുതപ്പുലിയും തൊട്ടു പിന്നാലെ മോട്ടുകുരങ്ങും ഉണ്ടായിരുന്നു. ആ പാവം കോഴി ഓടി ഓടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെന്നു. എന്തായാലും നന്നായി. ഇത് തന്നെ ഗുഹയിൽ വന്ന് കയറിയല്ലോ. കഴുതപ്പുലി, ദയവ് ചെയ്ത് അവിടെ വിട്ടേക്കൂ. ഞാനിതിനെ വിടാനൊന്നും പോകുന്നില്ല. സിംഹരാജാവ് വന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഈ കോഴിയെ ഞാൻ കൊടുത്താൽ അദ്ദേഹം എന്നെ കണ്ട് ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ പറഞ്ഞ് അത് അതിന്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തി. അവർ രണ്ടുപേരും ഗുഹയ്ക്ക് പുറത്ത് കാവലിരുന്നു. അതിനുശേഷം കഴുതപ്പുലി ഗുഹയ്ക്കകത്തേക്ക് പോയി. പേടിക്കണ്ട, ഞാൻ നിന്നെ കൊല്ലുകയൊന്നുമില്ല. നിന്നെ സിംഹം വന്ന് വേട്ടയാടാൻ പോകുന്നു. അത് കണ്ട് മോട്ടുകുരങ്ങ് വേഗം ആൽമരത്തിന്റെ അടുത്തേക്ക് പോയി. എല്ലാ മൃഗങ്ങളും മുന്നോന്റെ ഒപ്പം ആ ആൽമരത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നു. ഇത്രയും നാളും നിങ്ങളും എന്റെ കൂടെ കഷ്ടപ്പെട്ട് തേടുകയായിരുന്നു. പക്ഷെ എന്റെ അമ്മ എവിടെയാ പോയത്? പേടിക്കണ്ട മുന്നു, ഇത്രയും ദിവസമായിട്ടും മോട്ടുകുരങ്ങ് ഇതുവരെ വന്നില്ലല്ലോ. ചിലപ്പോ മോട്ടുവിന് നിന്റെ അമ്മയെ കിട്ടിയെങ്കിലോ? അല്പം കഴിഞ്ഞ് മോട്ടുകുരങ്ങ് അവിടെ എത്തി. അവിടെ ഇരുന്ന് അണച്ചുകൊണ്ടിരുന്നു. അവനത് നിർത്താൻ കഴിഞ്ഞില്ല. അല്ല മോട്ടു, നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തി. എന്നാൽ അവരുടെ ജീവൻ ഇപ്പോൾ ആപത്തില. നീ എന്താ പറഞ്ഞു വരുന്നത്? അപ്പൊ മോട്ടു അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ട് ആ പാവം കുട്ടി ഭയന്നു. ദൈവമേ, ഇനി അമ്മയെ എങ്ങനെ നമ്മൾ രക്ഷിക്കുക? നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്റെ കയ്യിലൊരു ഉപായമുണ്ട്. അത് വെച്ച് നമുക്ക് നിന്റെ അമ്മയെ രക്ഷിക്കാം. അങ്ങനെ പറഞ്ഞ് മാൻ തന്റെ പദ്ധതി പറഞ്ഞു. അടുത്ത ദിവസം സിംഹം കാട്ടിലേക്ക് തിരിച്ചു വന്നു. സിംഹം അതിന്റെ ഗുഹയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ മൃഗങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് അത് കേട്ടു. സംഭവിക്കാൻ പോകുന്നത് ഓർക്കുമ്പോൾ വിഷമം വരുന്നു. എന്നാൽ അത് ആർക്ക് തടയാൻ പറ്റും? സിംഹരാജാവ് മരിക്കാൻ പോകുന്നു. അത് കേട്ട സിംഹത്തിന് ദേഷ്യം വന്നു. സിംഹം ഉടനെ അവരുടെ അടുത്തേക്ക് പോയി. നീ എന്താ പറഞ്ഞത്? ഞാൻ ചത്തുപോകുമെന്നോ? സിംഹരാജ, ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. വലിയ ബുദ്ധിശാലിയാണെന്നാണോ കരുതുന്നത്? പറയൂ, ഞാൻ മരിച്ചു പോകുമെന്ന് ആരാണ് പറഞ്ഞത്? ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നും പറയാൻ പറ്റില്ല രാജ. കാരണം ഞങ്ങളുടെ ജീവൻ ആപത്താണ്. നിങ്ങൾ എന്നോട് പറയുന്നോ, അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ കൊല്ലണോ? ഇല്ല, പറയാം സിംഹരാജ. നിങ്ങൾ കഴുതപ്പുലിക്ക് അധികാരം കൊടുത്ത് കാട്ടിൽ നിന്ന് പോയതിനു ശേഷം എല്ലാവരും ആ കഴുതപ്പുലിയെ ഒരുപാട് ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴുതപ്പുലി നിങ്ങളെ കൊന്ന് രാജാവാകാനുള്ള മോഹത്തിലാ. എന്നെ കൊല്ലുന്നത് അത്ര എളുപ്പമാണെന്ന് കരുതിയോ?
ആ, അതിനറിയാം നിങ്ങളെ കൊല്ലാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അതൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. എന്ത് പ്ലാൻ? തൊട്ടടുത്ത ഗ്രാമത്തിൽ ബ്ലഡ് ഫ്ലൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള കോഴിയും കോഴിക്കുഞ്ഞും ഒക്കെ നമ്മുടെ കാട്ടിലേക്ക് വന്നിരിക്കുക. അവറ്റകളെ കഴിക്കുന്നവരൊക്കെ ചത്തുപോകും. അതുകൊണ്ടാണ് ഗ്രാമത്തിലുള്ളവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കോഴിയും കോഴിക്കുഞ്ഞിനെ എല്ലാം ആട്ടി ഓടിച്ചത്. ആ കഴുതപ്പുലി അതുപോലൊരു കോഴിയാണ് ഗുഹയിൽ വെച്ചിരിക്കുന്നത്. ആ കോഴിയാണ് അങ്ങക്ക് ഭക്ഷണത്തിനായി കരുതി വെച്ചിരിക്കുന്നത്. അങ്ങത് ഭക്ഷിച്ചാൽ 2-3 ദിവസം കൊണ്ട് അങ്ങക്ക് വയ്യാതെ ആവും. അതിനുശേഷം മറ്റു കഴുതപ്പുലികളെയും ചേർത്ത് അങ്ങയെ ആക്രമിക്കാനാണ് പദ്ധതി. എന്താണെന്ന് ഞാൻ പോയി നോക്കാം. കുറച്ചു കഴിഞ്ഞ് സിംഹരാജൻ ഗുഹയിലേക്ക് വന്നപ്പോൾ ഗുഹയ്ക്ക് പുറത്ത് 2 കഴുതപ്പുലികൾ കാവൽ നിൽക്കുന്നത് സിംഹരാജൻ കണ്ടു. ഇവിടെ യഥാർത്ഥത്തിൽ 2 കഴുതപ്പുലിയുണ്ട്. അങ്ങനെയെങ്കിൽ ചോട്ടു പറഞ്ഞത് സത്യം തന്നെയാണ്. സിംഹരാജൻ ഗുഹയിലേക്ക് പോയി. കഴുതപ്പുലി സിംഹരാജനെ കണ്ട് സന്തോഷിച്ചു. സിംഹരാജാവേ വന്നോ, ഇവിടെ നോക്കൂ. ഞാൻ നിങ്ങൾക്കായി ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോഴിയെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ പദ്ധതി ഇതായിരുന്നല്ലേ? ഈ കോഴിയെ തിന്ന് എനിക്ക് അസുഖം വരണം. അയ്യോ, താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ ഒരു രോഗിയാക്കി മാറ്റി നിന്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് എന്നെ തീർത്തു കെട്ടാനല്ലേ നോക്കുന്നത്? അത് തന്നെയല്ലേ? എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞ് സിംഹരാജൻ കഴുതപ്പുലിയെ ആക്രമിച്ചു. കഴുതപ്പുലി അവിടെ തന്നെ ചത്തുവീണു. അത് കണ്ട 2 കഴുതപ്പുലികളും അവിടെ നിന്ന് ഓടിപ്പോയി. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ നിന്നും വേഗം പോയിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് അസുഖം വരും. അത് കേട്ട് കോഴിയും സന്തോഷിച്ച് പുറത്തേക്ക് വന്നു. ആ കോഴി കുറച്ചു ദൂരം പോയപ്പോൾ അതിന്റെ കുട്ടി മുന്നു അതിന്റെ മുന്നിൽ വന്നു നിന്നു. അതിന്റെ കൂടെ മോട്ടു എന്ന കുരങ്ങനും മാനും കരടിയും ആനയും എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. മുന്നു, അമ്മേ, അങ്ങനെ പറഞ്ഞ് 2 പേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ കാരണാ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയത്. സാരമില്ല മുന്നു, ദിവസവും ഞങ്ങളോട് സംസാരിക്കാൻ വരുമോ? അതിനുശേഷം എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ മുന്നുവിനെയും അമ്മയെയും ഗ്രാമത്തിലേക്ക് അയച്ചു.